മൈഗ്രെയിൻ ഉള്ള ഭാര്യമാര് ഒരു ഭാരാണ് പോലെ. നിങ്ങളെ കെട്ടിയോമാര് ഇവരൊക്കെ തന്നെ പറയല്. ഇവരെയും കൊണ്ട് ഒരു ബൈക്ക് ചെയ്യാൻ പറ്റുമോ? അന്നേരം തുടങ്ങും തലവേദനയും ഛർദിയും ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ എന്റെ കെട്ടിയോളെ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇന്ന് സോൾവ് ആക്കും. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് മൈഗ്രെയിന്റെ കാരണത്തിൽ ഒഴിവാക്കുന്നതാണ് വരാനുള്ള കാരണം. പ്രധാനമായിട്ട് വെച്ചാൽ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാന്നതാണ്. ഭക്ഷണം വൈകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൈഗ്രെയിൻ വരും. കെട്ടിയോക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗ് തുടങ്ങിയപ്പോൾ നമ്മൾ പോയിട്ട് നല്ലൊരു ഫുൾ ബോഡി മസാജ് അങ്ങ് നല്ലൊരു എണ്ണൊക്കെ തേച്ചിട്ട് ഒരു ഫുൾ ബോഡി മസാജ്, അതും ബോഡി അറിയുന്ന രീതിയിലുള്ള മസാജ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബോഡി ഒന്നായിട്ട് പുഴുങ്ങി ഇങ്ങോട്ട് എടുത്തപ്പോൾ നെയ്യൊക്കെ ഉരുകിപ്പോയി. ഇത് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു കുളിയും പാസ്സാക്കി പുറത്തോട്ടിറങ്ങിയപ്പോ ഓല വക ഒരു ജ്യൂസും ഇതിന്റെ സുഖം പറഞ്ഞപ്പോ നമ്മളെ കെട്ടിയോക്ക് ഒന്ന് മസാജ് ചെയ്യണം. അത് കഴിഞ്ഞുള്ള കുളിയും അതൊരു ഒന്നൊന്നര ഫീൽ എന്നാ മക്കളോ. മൈഗ്രെയിനുള്ള കപ്പിംഗ് തെറാപ്പിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടപ്പോ എനിക്ക് ഒരു ഹിജാമ ചെയ്താലെന്താ, ഒരു പ്രൊഫഷണൽ ഡോക്ടറെ കീഴിലായതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഗൾഫിൽ നിന്ന് പലതവണ ഞാനിത് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ്. പ്രവാസികളൊക്കെ നാട്ടിൽ വരുന്ന സമയത്തും നമ്മളെ ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിലൊക്കെ ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ വെൽനെസ്സിന് ചെലവാക്കുന്നത് നല്ലതാണ്. AMHന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഓമശ്ശേരിയിലാണ്. പോസ്റ്റ് നാറ്റൽ കെയറിന് ഇവിടെ 18,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് പ്രസവാനന്തര ശുശ്രൂഷയും ഇവിടുന്ന് കിട്ടും.